എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാകുന്ന നല്ലൊരു ചക്കപ്പഴം പലഹാരമാണ്. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട. നമ്മുടെ നാട്ടില് ഇപ്പോൾ ധാരാളമായി കിട്ടുന്ന ചക്കപ്പഴം വെച്ചിട്ടാണ് ഞാൻ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്കിപ്പോ ചക്കപ്പഴം കൈവശം ഇല്ലെങ്കിൽ നല്ല പഴുത്തിട്ടുള്ള ഏത്തപ്പഴം വെച്ചിട്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്ക പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ചക്കപ്പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 15 ചക്കച്ചുള ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ചക്ക അരച്ചെടുക്കുന്നതിനായിട്ട് ഒരു 1/2 കപ്പോളം പാല് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിവിടെ ചക്ക ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് 2 ടീസ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യിലേക്ക് 1 കപ്പ് അളവില് ഗോതമ്പ് പൊടി ചേർക്കാം. ഇനി നെയ്യും ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി വറുത്തെടുക്കാം. പൊടി നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കിട്ടണം. അതുവരെയാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. ഈ സമയത്ത് ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. വീണ്ടും ഇതെല്ലാം കൂട്ടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊടി ഒന്ന് പറന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ പൊടിയിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ചക്കപ്പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് ഈ പൊടിയും ഈ ഒരു ചക്കപ്പൾപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലോണം തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇപ്പോൾ ആയി വന്നിട്ടുള്ളത്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിൽ പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഇതിലേക്ക് ആവശ്യമായ മധുരത്തിനുള്ള പഞ്ചസാരയാണ്. ഇവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളത് കൊണ്ട് ഒരുപാട് മധുരമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാല് കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പാലും ഈ ഒരു മിക്സും കൂടെ ചേർന്ന് നല്ലോണം തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മളിപ്പോ ഒരു 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പാലിൽ കിടന്ന് ഇതെല്ലാം നല്ലോണം തന്നെ വെന്ത് കിട്ടണം. അതിനായിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് തന്നെ ഒന്ന് പാല് വറ്റിച്ചെടുക്കണം. കുറുക്കിയെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു മിക്സ് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സ്പാച്ചുല ഇല്ലെങ്കിൽ അരത്തവി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്പാച്ചുല കൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ അരികു ഭാഗത്തൊക്കെ എന്നൊക്കെ നല്ല പോലെ വടിച്ച് ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ കുറുക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം വെച്ച് കൊടുക്കരുത്. കാരണം അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ വേവാതെ കട്ടിയായി പോകുന്നതാണ്. വെള്ളമെല്ലാം വറ്റി തുടങ്ങുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് അല്പം ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. വീണ്ടും നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇനിയിപ്പോ ഈ ഒരു പാനിൽ നിന്നും കിട്ടുന്ന രീതിയിലേക്ക് ഒന്ന് ആക്കിയെടുക്കണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഈ ഒരു കൂട്ട് നല്ലതുപോലെ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. നടുഭാഗത്തേക്ക് ഉരുണ്ട് വരുന്ന ഒരു പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 1/2 മണിക്കൂർ ടൈം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നടുഭാഗത്തേക്ക് നല്ലോണം ഉരുണ്ട് വരുന്ന ഒരു പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ പലഹാരത്തിൽ നിന്നും നമ്മൾ ആ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ്യെല്ലാം ഒന്ന് പുറമേ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു നെയ്യ് പുരട്ടിയിട്ടുള്ള ഒരു കേക്ക് മോൾഡിലേക്ക് ഈ ഒരു കൂട്ട് മാറ്റാം. കേക്ക് മോൾഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലോണം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്ത് വേണം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പലഹാരം ഞാനിതുപോലെ പാത്രത്തിൽ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ചൂടൊന്ന് ആറി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടാറി വരുമ്പോൾ നമുക്കിതൊന്ന് ഡീമോൾഡ് കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരത്തിന്റെ ചൂടിപ്പോൾ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പലഹാരം മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. അതിനു മുമ്പായിട്ട് നമുക്കിതുപോലെ ഒന്ന് അടർത്തി കൊടുക്കാം. പാത്രത്തിന്റെ അരികിൽ നിന്നെല്ലാം നല്ലതായിട്ട് തന്നെ വിട്ടു നിൽക്കുന്ന ഒരു പരുവത്തിലാണ് ആയി വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പലഹാരം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുടെ നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.